കേരള സർവീസ് റൂൾസ് പാർട്ട് 2 ഇതിൽ പ്രതിപാദിക്കുന്ന ട്രാൻസ്ഫർ ടി എ അഥവാ സ്ഥലം മാറ്റത്തിനുള്ള യാത്രാപ്പടി എന്ന വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഇത് റൂൾ 65 മുതൽ 73 വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഒരു ജീവനക്കാരന് യാത്രാബത്തയ്ക്ക് അർഹനാവുന്നത്? അത് ടൂർ ടി എ ആയാലും ട്രാൻസ്ഫർ ടി എ ആയാലും ഒരു ജീവനക്കാരനെ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിന് വെളിയിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പൊതു താല്പര്യത്തിൽ മാറ്റിയാൽ, ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ ജീവനക്കാരന് യാത്രാപ്പടിക്ക് അർഹതയുള്ളൂ. നമ്മൾ സാധാരണയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, റിക്വസ്റ്റ് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ടി എ ലഭിക്കില്ല എന്നുള്ളത്. എന്താണ് അതിലെ വാസ്തവം? ജീവനക്കാരന്റെ അപേക്ഷ പ്രകാരം നൽകുന്ന സ്ഥലം മാറ്റത്തിന് യാത്രാപ്പടി നൽകില്ലെങ്കിലും 1 വർഷത്തിൽ കുറയാത്ത കാലം അവധിയുണ്ടെങ്കിൽ ആ കാലയളവ് ഒഴിവാക്കിയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. എന്താണ്? 1 വർഷം തികയുന്നതിന് പഴയ സ്ഥലത്ത് 1 വർഷം നമ്മൾ കണക്കാക്കുമ്പോൾ ആ 1 വർഷത്തിനിടയ്ക്ക് കുറെ ലീവൊക്കെ ഉണ്ട്. ആ ലീവൂടെ കൂട്ടി 1 വർഷം എടുക്കാൻ പാടില്ല. ലീവ് ഒഴിവാക്കിയിട്ട് 1 വർഷ കാലയളവ് നമ്മൾ ആ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും നമുക്ക് ട്രാൻസ്ഫർ ടി എ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തോടനുബന്ധിച്ചുള്ള യാത്രാബത്തയ്ക്ക് അർഹത ഉണ്ട്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, സബ്സ്റ്റാൻറ്റീവ് നിയമനത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗത്തിന് PSC വഴി നമുക്ക് അഡ്വൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കതിനുള്ള യാത്രാപ്പടിക്ക് അർഹതയുണ്ട് എന്ന് ചട്ടം 65 കുറിപ്പ് 1 പ്രതിപാദിക്കുന്നു. ഇനി ഭാര്യയും ഭർത്താവും 2 സർക്കാർ ജീവനക്കാർ, ഇവർ ഒരു ചെറിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരേ സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റം ലഭിച്ചു. ഇപ്പൊ തിരുവനന്തപുരത്ത് 2 പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എറണാകുളത്തേക്ക് 2 പേർക്കും ഒരേ സ്ഥലത്തോട്ട് തന്നെയാണ് സ്ഥലം മാറ്റം ലഭിച്ചത്. അങ്ങനെയുള്ള ജീവനക്കാരെ അവർക്ക് 6 മാസത്തിനകത്ത് ആണ് ഒരാൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് തന്നെയാണ് മറ്റേ ആൾക്കും ഒരേ സ്ഥലത്തേക്ക്, സെയിം സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 പേർക്കും ഒരാൾ ആദ്യം എറണാകുളത്ത് പോയി ജോയിൻ ചെയ്തു, 6 മാസത്തിനകത്ത് അടുത്ത ആൾക്കും എറണാകുളത്തേക്ക് തന്നെ സ്ഥലം മാറ്റം ലഭിക്കുകയാണെങ്കിൽ ഇവർ 2 പേരും പ്രത്യേകം ബില്ല് എഴുതി ട്രാൻസ്ഫർ ടി എ ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് ഒരാൾ ട്രാൻസ്ഫർ ടി എ ഓഫീസർ എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്ത് മറ്റേയാൾ ഫാമിലി മെമ്പർ, കുടുംബാംഗം എന്ന നിലയിൽ അയാളുടെ കൂടെ യാത്ര ചെയ്തു എന്നുള്ള പരിഗണനയിൽ വേണം യാത്രാപ്പടി വാങ്ങാൻ. അല്ലാതെ 2 പേരും പ്രത്യേകം 2 ഓഫീസിൽ നിന്നും യാത്രാപ്പടി എഴുതി വാങ്ങാൻ പാടില്ല. ചട്ടം 65 കുറിപ്പ് 3. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് കുടുംബം എന്നുള്ളത്. എന്താണ് ട്രാൻസ്ഫർ ടി എ സംബന്ധിച്ച് കുടുംബം എന്ന നിർവചനത്തിൽ ആരൊക്കെ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പിന്നെ മക്കള്, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ആദ്യ വിവാഹത്തിലെ മക്കള്, ഇവരൊക്കെ ജീവനക്കാരന്റെ ആശ്രിതരാണ് എങ്കിൽ മാത്രമേ കുടുംബം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവര് ഈ നിർവചനത്തിൽ വരുന്നില്ല. അതേപോലെ തന്നെ ഇവരെല്ലാം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമേ കുടുംബം എന്ന നിർവചനത്തിൽ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ സഹോദരന്മാര്, സഹോദരിമാര്, വേലക്കാര്, മറ്റ് അകന്ന ബന്ധുക്കൾ, ഇവരൊന്നും കുടുംബം എന്ന നിർവചനത്തിൽ, ഈ ട്രാൻസ്ഫർ ടി എയുടെ കേസിൽ കുടുംബം എന്ന നിർവചനത്തിൽ വരുന്നില്ല.
അവരൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വേറെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തോളും. ട്രാൻസ്ഫർ ടിയുടെ ബില്ലിൽ ഇവർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടില്ല എന്നർത്ഥം. പ്രിസൈഡിംഗ് വിത്ത് ആൻഡ് വോളി ഡിപ്പെൻഡന്റ് ഓൺ ദ ഓഫീസർ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫീസേഴ്സ് ആണ്. ഏത് കാറ്റഗറിയിൽ വരുന്ന ഗ്രേഡ് തിരിച്ച് ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന വിവിധ കാറ്റഗറിയിൽ തിരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ 2TA ഡിസ്കസ് ചെയ്തപ്പോൾ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് ഓരോ ക്ലാസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും എത്ര DA ഡെയിലി അലവൻസ് ദിനവത്ത ലഭിക്കും എന്നുള്ളതിനെ പറ്റി ചാർട്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ഇൻസിഡന്റൽ ചാർജസ് ലഭിക്കും. അനാമത്ത് ബത്ത അത് എത്ര രൂപ ലഭിക്കും. ഗ്രേഡ് 1-ന് 80 പൈസ, ഗ്രേഡ് 2A-ക്ക് 65 പൈസ, അങ്ങനെ ഗ്രേഡ് 2B 50 പൈസ. അത്തരത്തിൽ നമുക്ക് യാത്രാബത്ത എത്ര ലഭിക്കുന്നു. ഇൻസിഡന്റ് ചാർജസ് ഓഫ് സബ്ജക്ട് എ മിനിമം ഹാഫ് ടി എ. മിനിമം ഹാഫ് ടി എ എപ്പോഴും ഇൻസിഡന്റ് ചാർജസ് നൽകിയിരിക്കണം. മിനിമം ആണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ടി എയിലെ കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ ടി എ റൂൾ 67 ആണ്. കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ ടി എ ഇതിനകത്ത് ഒരു 1-2 ഡിവിഷൻ ഉണ്ട്. ഒന്ന് 67 is classified 67A മുതൽ F വരെ ഉള്ള സബ് റൂളുകളും 67-നകത്ത് പെടുത്തിയിട്ടുണ്ട്. അതിൽ 67 തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 67A1-ഉം 67A2-ഉം. ഇനി 67A1 എന്തിനെ പറ്റി പറയുന്നു നോക്കാം. റെയിൽ ജേണിയെ ട്രെയിൻ യാത്രയെ പറ്റിയാണ് 67A1-ൽ പറയുന്നത്. എന്നാൽ 67A2 എന്ന് പറയുന്നത് റോഡ് ജേണിയെ സംബന്ധിച്ച് റോഡിൽ കൂടെയുള്ള യാത്രയെ സംബന്ധിച്ചുള്ള അതിന്റെ നിയമങ്ങളും അതിന്റെ കാൽക്കുലേഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 67A2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ട്രാൻസ്ഫർ ജേണി ബൈ റെയിൽ or transfer journey by road place between places connected by rail. ട്രെയിൻ മാർഗമുള്ള യാത്ര അതല്ല, ട്രെയിൻ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ റെയിൽവേ കണക്റ്റഡ് ആണ്, ട്രെയിൻ സൗകര്യമുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളെയും റെയിൽ മാർഗമുള്ള യാത്രയെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. ട്രാൻസ്ഫർ ജേണി ബൈ റെയിൽ ഓർ ട്രാൻസ്ഫർ ജേണി ബൈ റോഡ് ബിറ്റ്വീൻ പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിൽ. ട്രെയിൻ സൗകര്യം ഉണ്ടായിട്ടും റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ആ കേസും റെയിൽവേ ജേണി ട്രെയിൻ യാത്രയുള്ള കേസുകളെ സംബന്ധിച്ചാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നോക്കാം നമുക്കൊന്ന്. ഇതിനു വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, ഗ്രേഡ് 1, ഗ്രേഡ് 2 ഓഫീസേഴ്സ്. അതിൽ 2 ട്രാൻസ്ഫർ ടി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് TA ടു ദ ഓഫീസർ, അത് കഴിഞ്ഞ് TA ഫോർ ദ ഫാമിലി, അത് കഴിഞ്ഞ് പേഴ്സണൽ എഫക്റ്റ്, കഴിഞ്ഞ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്. ഇങ്ങനെ 3-4 ഐറ്റം കൂട്ടുന്ന തുകയാണ് നമുക്ക് ട്രാൻസ്ഫർ TA ആയിട്ട് തരുന്നത്. ഏറ്റവും ആദ്യം TA ഫോർ ദ ഓഫീസേഴ്സ്, അത് എത്ര രൂപ കിട്ടുമെന്നുള്ളത്. ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ഓഫീസേഴ്സ്, ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ഓഫീസേഴ്സ് അവർക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ ആണ് നൽകുന്നത്. ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ. ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ് കൊടുക്കുന്നത്? സെക്കൻഡ് AC ചാർജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ പ്ലസ് 3 ടൈംസ് ഇൻസിഡന്റൽ ചാർജസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപ നമ്മൾ ട്രെയിൻ ഫെയർ വരുന്നു, അതിന്റെ കൂടെ ഇൻസിഡന്റൽ ചാർജസിന്റെ 3 മടങ്ങ് നമുക്ക് കിട്ടും. മിനിമം ഇൻസിഡന്റൽ ചാർജസ് എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ഡി ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് മിനിമം ഓഫ് 1.5 DA will be admissible towards insurance. 1.5 DA നമുക്ക് ഇൻഷുറൻസ് ചാർജസ് ആയിട്ട് കിട്ടും. ആർക്ക്? ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ഓഫീസർമാർക്ക് എന്താ കിട്ടുന്നത്? ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ പ്ലസ് 3 മടങ്ങ് ഇൻഷുറൻസ് ചാർജസ്. ഇൻഷുറൻസ് ചാർജസ് മിനിമം എത്ര കൂട്ടുന്നത്? ഇൻഷുറൻസ് ചാർജസ് മിനിമം ഹാഫ് DA. എല്ലാവരും കൂട്ടാൻ 3 മടങ്ങാകുമ്പോൾ 1.5 DA will be admissible towards incidental charges. റൂൾ 67A1I. അടുത്തത്
grade 3 and grade 4 officers. ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ഓഫീസേഴ്സ് അവരെ സംബന്ധിച്ച് അവർക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ പ്ലസ് 3 ടൈംസ് ഇൻസിഡന്റൽ ചാർജസ്. സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ പ്ലസ് 3 ടൈംസ് ഇൻസിഡന്റൽ ചാർജസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി കണക്കുകളിൽ കൂടി നമുക്കത് വിശദമായിട്ട് മനസ്സിലാവും. അപ്പം ഇൻസിഡന്റൽ ചാർജസ് ഇവിടെയും എന്താണ്, മിനിമം ഹാഫ് ഡേ കൊടുക്കണം. അപ്പം 3 മടങ്ങാകുമ്പോൾ 1.5 DA ഇൻസിഡന്റൽ ചാർജസ് ഈ ജീവനക്കാരന് മിനിമം കിട്ടും. ടിക്കറ്റ് ഫെയറും 3 മടങ്ങ് ഇൻസിഡന്റൽ ചാർജസും 1.5 DAയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇനിയും അടുത്തത് TA ഫോർ ദ ഫാമിലി. ഫാമിലിക്ക് എത്ര TA കൊടുക്കും? അത് നമ്മൾ ഓഫീസർക്ക് കൊടുക്കുന്ന ടിയുടെ കാര്യം പറഞ്ഞാൽ TA ഫോർ ഫാമിലി. ഇത് ഫാമിലിക്ക് നമ്മൾ ദൂരപത്രം മാത്രമേ കൊടുക്കൂ. നോ ഇൻസിഡന്റൽ ചാർജസ്. കാരണം എന്താണ്, ഓഫീസർക്ക് നമ്മൾ 3 മടങ്ങ് ഇൻസിഡന്റൽ ചാർജ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇൻസിഡന്റൽ ചാർജ് കൊടുക്കുന്നില്ല. എന്താ കൊടുക്കുന്നത്? ഉള്ളി ടിക്കറ്റ് ഫെയർ, ട്രെയിൻ ഫെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഉള്ളി ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ. അപ്പം ജീവനക്കാരൻ ഏത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു അതേ ക്ലാസ്സിൽ തന്നെ കുടുംബാംഗങ്ങൾക്കും യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ തന്നെ ഫാമിലിക്കും യാത്ര ചെയ്യാം. അതിനുള്ള ഫെയർ മാത്രമാണ് ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 ഓഫീസർമാർക്ക് ഉള്ളി സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ. അവർക്കും ഇൻസിഡന്റൽ ചാർജസ് ഒന്നും ഇല്ല. സെക്കൻഡ് ക്ലാസ് ഇല്ലെങ്കിൽ ഏത് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ബോഗി ഇല്ലെങ്കിൽ ഏത് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നതൊക്കെ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇനി ഈ ഫാമിലി എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള വയസ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ അഡൾട്ട് മെമ്പർ എന്ന് പറഞ്ഞാൽ 12 വയസ്സിൽ നിന്നുള്ള മുകളിലുള്ള ആളുകളെല്ലാം അഡൾട്ട് മെമ്പർ എന്നാണ് ഈ പറയുന്നത്. ഫോർ ഈച്ച് അഡൾട്ട് മെമ്പർ വിത്ത് ഏജ് 12 years ആൻഡ് എബോവ്, 12 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് എത്ര ട്രെയിൻ ഫെയർ കൊടുക്കും? ഒരു 1 ട്രെയിൻ ഫെയർ ഓഫ് റെസ്പെക്റ്റീവ് ഏത് ക്ലാസ് ആണോ ആ ക്ലാസ്സിലെ ഒരു ട്രെയിൻ ഫെയർ ആണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു ടിക്കറ്റ് ചാർജ് ആണ് അവർക്ക് ഫാമിലി മെമ്പറിന് കൊടുക്കുന്നത്. ഇനിയും ചൈൽഡ് വിത്ത് ഏജ് എബോവ് 5 years ബട്ട് ബിലോ 12 years, 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക്, എന്നാൽ 12 വയസ്സിന് താഴെയാണ് അവർക്ക് നമ്മൾ ഹാഫ് ടിക്കറ്റ് ആണ് കൊടുക്കുന്നത്. എന്നാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഒരു ദൂരവത്തെയും അവർ കൊടുക്കുന്നില്ല. അവരെ നമ്മൾ ഫാമിലി യാത്രയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി മെമ്പറായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 വയസ്സിന് മുകളിലുള്ള എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്കും ടിക്കറ്റ് ഫെയർ കൊടുക്കുന്നു. ഒരു പരിധി ഇക്കാര്യത്തിൽ വെച്ചിട്ടില്ല. വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഇവിടെ മെമ്പർമാരെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 12 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് അവർ ഫുൾ ടിക്കറ്റ് കൊടുക്കും. അതുപോലെ തന്നെ 5 വയസ്സിന് മുകളിൽ 12 വയസ്സിന് താഴെയാണെങ്കിൽ അവർക്ക് ഹാഫ് ടിക്കറ്റ് കൊടുക്കും. എന്നാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് ചാർജ് ഒന്നും നൽകുന്നില്ല. അഡ്മിസിബിലിറ്റി ഓഫ് സെക്കൻഡ് ഡേ. ഈ ജിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഉത്തരവ് പ്രകാരം എന്താണ്, ഫസ്റ്റ് ക്ലാസ് അക്കോമഡേഷൻ ട്രെയിനിൽ കേരള ഗവൺമെന്റ് നിർത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഫസ്റ്റ് ക്ലാസ് അക്കോമഡേഷനിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ള ഉദ്യോഗസ്ഥന്മാര് സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യാം എന്നാണ് ഗവൺമെന്റ് ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാര് അവർ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ അവർക്ക് സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാം. ഇനി മറ്റൊരു സർക്കുലർ 7/5/2001 മറ്റൊരു സർക്കുലർ ശ്രദ്ധിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി ദോസ് ഹു ആർ എലിജിബിൾ ടു ട്രാവൽ ഇൻ ഫസ്റ്റ് class will be allowed to travel in second AC only if first class and third AC facilities are not available in that train. First class ഉം third AC ഇല്ലെങ്കിൽ മാത്രമേ അവർക്ക്
സെക്കൻഡ് എ സിയിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. അവർ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ക്ലാസ്സും ഇല്ല, തേർഡ് എ സി ഇല്ലെങ്കിൽ സെക്കൻഡ് എ സി ഉണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് എ സിയിൽ യാത്ര ചെയ്യാം. എന്നാൽ ഗ്രേഡ് 2B ഓഫീസർമാർക്ക് തേർഡ് എ സിയിൽ, തേർഡ് ടയർ എ സി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. മറ്റൊരു 2005 ഒരു ഉത്തരം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഹാവ് ക്ലാരിഫൈഡ് ദ എലിജിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ടു ട്രാവൽ സെക്കൻഡ് എ സി. ഗ്രേഡ് 1-ന് സെക്കൻഡ് എ സിയിൽ യാത്ര ചെയ്യാം. സെക്കൻഡ് എ സി ഇതാണ്, ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ സെക്കൻഡ് എ സിയിൽ യാത്ര ചെയ്യാം. ഗ്രേഡ് 2A ഫസ്റ്റ് ക്ലാസ്സിലാണ് അവർ യാത്ര ചെയ്യേണ്ടത്. ഇനി ഇഫ് ദ ട്രെയിൻ ഡസ് നോട്ട് ഹാവ് ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ അവർക്ക് സെക്കൻഡ് എ സിയിൽ യാത്ര ചെയ്യാം. ഇനി സെക്കൻഡ് ബിക്കാർ തേർഡ് എ സിയിലാണ് യാത്ര ചെയ്യേണ്ടത്. ഇഫ് ദ ട്രെയിൻ ഡസ് നോട്ട് ഹാവ് തേർഡ് എ സി, ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. Second DA office travelers, second AC will have to certify the train did not have first class. നമ്മളിങ്ങനെ സെക്കൻഡ് എ സി സെക്കൻഡ് എയിൽ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ് യാത്ര ചെയ്തത്. എന്നാൽ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ഇല്ല, അവർ സെക്കൻഡ് എ സിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ ആ വിവരം അവർ കൊടുക്കുന്ന ബില്ലിലും റിക്വസ്റ്റിലും ഒക്കെ ഒന്ന് സർട്ടിഫൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ബി ഓഫീസേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരും ഇത്തരത്തിൽ അവരുടെ ട്രെയിൻ തേർഡ് എ സി ആ ട്രെയിനകത്തില്ല എന്നുള്ള വിവരവും സർട്ടിഫൈ. ചുരുക്കത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ള കമ്പാർട്ട്മെന്റിലല്ല നമ്മൾ അതിന് തൊട്ട് മുകളിലെ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തതെങ്കിൽ ആ വിവരം, ആ കമ്പാർട്ട്മെന്റ് ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ ഇല്ലായിരുന്നു എന്നുള്ള വിവരം ഒന്ന് സാക്ഷ്യപ്പെടുത്തി ബില്ലിൽ വെക്കേണ്ടതായിട്ട് വരും. Grade 3 and Grade 4 officers allowed to travel a sleeper class travel on tour if the journey involves night journey also. Grade 3 ഗ്രേഡ് ഓഫീസർമാരും ഒരു രാത്രിയിൽ അവർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് അത്തരത്തിൽ സർട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള അനുവാദമുണ്ട്. ഇനി ഫസ്റ്റ് എ സിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് യാത്ര ചെയ്യണമെങ്കിൽ അത് സ്പെഷ്യൽ പെർമിഷനോട് കൂടി മാത്രമേ, ഏതെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് പ്രത്യേക ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് എ സിയിൽ ജീവനക്കാരന് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്ത പേഴ്സണൽ എഫക്ട്സ്. അപ്പം നമ്മൾ ആദ്യം ടിയേറ്റർ ഓഫീസർ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ടിയേറ്റർ ഫാമിലി കൊടുത്ത്, മൂന്നാമത്തെയാണ് പേഴ്സണൽ എഫക്ട്സ്. എന്താണ് പേഴ്സണൽ എഫക്ട്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ എഫക്ട്സ് ആർ ദ പേഴ്സണൽ ബിലോങ് ടു ദ ഓഫീസർ ആൻഡ് ഫാമിലി. ആ ജീവനക്കാരന്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ബിലോങ്ങിങ്സ് എന്ന് പറയുന്നതാണ് അവരുടെ സാധന സാമഗ്രികൾ. ഒരു ട്രാൻസ്ഫർ ഒക്കെ ആകുകയാണെങ്കിൽ അവരുടെ പിന്നെ വീട്ടു സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അത്തരത്തിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് പേഴ്സണൽ എഫക്ട്സ്. അയാളുടെയും മാത്രമല്ല ആ ഫാമിലിയുടെയും സാധനങ്ങൾ കാണും. അതാണ് ഓഫീസർ ആൻഡ് ഹിസ് ഫാമിലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ for the purpose of calculating personal effects, officers are classified into 3 categories. സാധാരണ നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന് പറഞ്ഞ് ഗ്രേഡ് തിരിക്കും. അത് കൂടാതെ തന്നെ ഈ പേഴ്സണൽ എഫക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അത് കണക്കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സ്, അവർക്ക് കൊണ്ടുപോകാൻ അനുവാദമുള്ള ജംഗമ വസ്തുക്കളുടെ ടോട്ടൽ വെയിറ്റ് ഇത്ര കിലോ വരെ അവർക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാർട്ട് ഉണ്ടായിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, 5400 മുതൽ ആക്ച്വൽ പേ 5400 തന്നെ പോകും. 5000 അല്ല, 50400 അതിനു മുകളിലും ശമ്പളം ഉള്ള എന്ന് പറഞ്ഞാൽ ബേസിക് പേ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ശമ്പളം ഉള്ള ജീവനക്കാര് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ 3000 കിലോഗ്രാം സാധന സാമഗ്രികൾ അവരുടെ യാത്രയോടൊപ്പം കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. അതിനപ്പുറത്ത് അവർ എത്ര കൊണ്ടുപോയാലും അവർക്ക് 3000 കിലോഗ്രാം കൊണ്ടുപോയതിന്റെ ദൂരപത്ത മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്തത് എന്നാൽ 27,800 മുകളിൽ, എന്നാൽ 50 നമ്മൾ താഴെ അടിസ്ഥാന ശമ്പളം വാങ്ങുന്നവർക്ക് 2000 കിലോഗ്രാമേ കൊണ്ടുപോകാൻ പറ്റൂ. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഈ 2 കാറ്റഗറി വെച്ച് ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് 1500 കിലോഗ്രാം വരെ
കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. ഇത്തരത്തിലായിരിക്കും നമ്മൾ പേഴ്സണൽ എഫക്ട്സ് അവർ കൂടെ കൊണ്ടുപോയ അവരുടെ പേഴ്സണൽ എഫക്ട്സിന്റെ ഭാരത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തിൽ ഈ ചാർട്ട് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നത്, എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്. കൂടാതെ അവർക്ക് ട്രെയിൻ യാത്രയിൽ അവർക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് ഓഫ് പേഴ്സണൽ എഫക്ട്സ് കിട്ടും. അത് ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറയുന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് 1 കാർക്ക് 800 രൂപ ഈച്ച് ഓരോ സ്ഥലത്തും കയറ്റുകൂലി 800 രൂപ, ഇറക്കുകൂലി 800 രൂപ. അതിനിടയ്ക്ക് നമ്മൾ ഇറക്കുകയോ കയറ്റുകയോ ഒന്നും ചെയ്താൽ നമുക്ക് കിട്ടില്ല. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അവിടെ നിന്ന് നമ്മൾ കയറ്റുകൂലിക്ക് 800 രൂപ കിട്ടും, ഇറക്കുകൂലി 800 രൂപ കിട്ടും. ഇത് നമ്മൾ ട്രെയിൻ യാത്രയിൽ ആണ് നമ്മളിത് കൊടുക്കുന്നത്. റോഡ് യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ കണക്റ്റഡ് ആണെങ്കിലും ഇത് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പേഴ്സണൽ എഫക്ട്സ് കൊണ്ട് 4 കൂട്ടം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എന്താണ് TA to the ഓഫീസർ, TA to the ഫാമിലി, 3 പേഴ്സണൽ എഫക്ട്സ്, 4 ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. ട്രാൻസ്ഫർ ജേണി ബൈ റോഡ് ബിറ്റ്വീൻ പ്ലേസസ് കണക്റ്റഡ് ബൈ ട്രെയിൻ. ട്രെയിൻ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ട്രെയിൻ സർവീസ് സൗകര്യമുള്ള സ്ഥലങ്ങളാണ്. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റോഡ് വഴി പോയാൽ എങ്ങനെയിരിക്കും? ട്രാൻസ്ഫർ ജേണി ബൈ റോഡ് ബിറ്റ്വീൻ പ്ലേസസ് കണക്റ്റഡ് ബൈ ട്രെയിൻ. അങ്ങനെയുള്ള കേസിൽ ഓഫീസർക്ക് എന്ത് കൊടുക്കും? ആദ്യം നമ്മൾ ട്രെയിൻ യാത്രയിലാണ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ റോഡ് യാത്രയിലേക്ക് വരികയാണ്. റോഡ് യാത്രയിൽ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യുമ്പോൾ എന്ത് യാത്രാ ഭത്തയാണ് കിട്ടുന്നത്, എത്ര ദൂരഭത്തയാണ് കൊടുക്കുന്നത്, അതൊക്കെ നമ്മൾ നോക്കാം. ഓഫീസറുടെ കേസിൽ ഇവിടെയും നമ്മൾ ഓഫീസർ, ഫാമിലി എന്നുള്ള കേസിലാണ് പോകുന്നത്. ഓഫീസർക്ക് എന്താണ്? ഓൾ ഓഫീസേഴ്സ് ഓഫ് ഗ്രേഡ് 1 to 4, 1 മുതൽ 4 വരെയുള്ള ഗ്രേഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്വൈസ് ദ റേറ്റ് ഓഫ് റോഡ് മൈലേജിന്റെ 2 ഇരട്ടി ആണ് കൊടുക്കുന്നത്. അത് റോഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഇൻഫോഴ്സ് 2 രൂപ, കിലോമീറ്ററിന് 2 രൂപയാണ് റോഡ് മൈലേജ്. അപ്പോൾ ഈ മൈലേജ് 2 രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 രൂപയെ നമ്മൾ എത്ര കിലോമീറ്റർ കൊണ്ട് യാത്ര ചെയ്തോ അത്രയും കൊണ്ട് ഗുണിക്കുന്നു. 50 കിലോമീറ്റർ യാത്ര ചെയ്ത് 50 ഗുണം 2, അതിന്റെ ഡബിൾ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലാണ് ഓഫീസർക്ക് കൊടുക്കുന്നത്. ഓൾ ഓഫീസേഴ്സ് ഗ്രേഡ് 1 and to 4 can road twice the rate of റോഡ് മൈലേജ്. ഇനി അടുത്ത് ഫാമിലിക്ക് എന്ത് കൊടുക്കും എന്നുള്ളത് നോക്കാം. അത് നമ്മൾ ഓഫീസറുടെ കാര്യം നോക്കി. ഫാമിലിക്ക് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഹു അക്കമ്പനിങ് ദ ഓഫീസർ മേ ഡ്രോ മൈലേജ് അലവൻസ് ആസ് ഷോർട്ട്. താഴെ പറഞ്ഞ രീതിയിലാണ് ഫാമിലിക്ക് കൊടുക്കുന്നത്. ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥന്റെ കൂടെ അനുഗമിക്കുന്നതെങ്കിൽ, അതായത് ഭാര്യ മാത്രമേ ഉദ്യോഗസ്ഥന്റെ കൂടെ പോകുള്ളൂ എങ്കിൽ ആ ഫാമിലി മെമ്പർക്ക് ഒരു മൈലേജ് അലവൻസും നൽകില്ല. എന്നാൽ ഫോർ 2 മെമ്പേഴ്സ്, 2 മെമ്പർ ആ ഉദ്യോഗസ്ഥന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ മൈലേജ്, ഒറ്റ മൈലേജ് നൽകിയിട്ടുള്ളൂ. അതായത് ഒരു ഭാര്യയും ഒരു കുട്ടിയും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു മൈലേജ് കൊടുക്കും. ഫോർ മോർ ദാൻ 2 മെമ്പേഴ്സ്, ഇനി 2 എണ്ണത്തിൽ കൂടുതൽ എത്ര യാത്ര ചെയ്താലും, 10 വരെ യാത്ര ചെയ്താലും എത്ര യാത്ര ചെയ്താലും അവർക്ക് എത്ര കൊടുക്കും? 2 മൈലേജ് മാത്രമേ നൽകൂ. ഒരു മെമ്പർ ആണെങ്കിൽ ഒന്നും കൊടുക്കില്ല, 2 ആണെങ്കിൽ സിംഗിൾ മൈലേജ് കൊടുക്കും. ഫോർ മോർ ദാൻ 2 മെമ്പേഴ്സ് ആണെങ്കിൽ ട്വൈസ് ദ മൈലേജ്, 2 മൈലേജ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല. ഒരു മാസം പ്രായമുള്ള ഒരു കുഞ്ഞായപ്പോൾ, ഈവൻ ഒരു ദിവസത്തെ പ്രായമുള്ള ഒരു കുട്ടിയായപ്പോൾ അതൊരു ഫാമിലി മെമ്പറായിട്ട് പരിഗണിക്കും. മറ്റോട് നമ്മൾ 5 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ, കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു പൈസയും നമ്മൾ കൊടുക്കില്ലായിരുന്നു. എവിടെ? ട്രെയിൻ വഴി യാത്ര ചെയ്യുകയാണ്. റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് പോലും അതൊരു ഫാമിലി മെമ്പറായിട്ട് പരിഗണിച്ച് ഒരു മൈലേജ് നമ്മൾ നൽകും. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇവിടെ പേഴ്സണൽ എഫക്ട്സ് അതിൻ്റെ ചട്ടം ശ്രദ്ധിക്കുക. എങ്ങനെ കൊടുക്കും നോക്കാം. റോഡ് യാത്രയിൽ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ്?
ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ടു ത്രൈസ് അഡ്മിസിബിൾ മൈൽ. 3 മടങ്ങ് മൈലേജ് ആണ് നമ്മൾ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുമ്പോൾ കൊടുക്കുന്നത്. അതായത് എത്ര കിലോമീറ്റർ ഉണ്ടോ ഗുണം 2 രൂപ വെച്ചുള്ളത് ഗുണം അതിന് 3 മടങ്ങ് പൈസയാണ് നമ്മൾ പേഴ്സണൽ എഫക്ട്സ് വേണ്ടി കൊടുക്കുന്നത്. ഈ സമയത്ത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജിന് എലിജിബിലിറ്റി ഉണ്ടാവുകയില്ല. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജിന് ഇവിടെ എലിജിബിലിറ്റി ഇല്ല. ക്ലാസ് ഓഫ് അക്കോമഡേഷൻ ബൈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ജീവനക്കാർക്ക് എക്സ്പ്രസ് ബസ്സിൽ യാത്ര ചെയ്യാൻ, ഗ്രേഡ് 3 ആൻഡ് 4 ഫാസ്റ്റ് പാസഞ്ചറിൽ യാത്ര ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സ് ബൈ റോഡ് ബിറ്റ്വീൻ പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിൽ. റെയിൽ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. An officer who carries personal effects by road between places connected by rail. റെയിൽ വഴി പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുമ്പോൾ പേഴ്സണൽ എഫക്ട്സ് റോഡ് വഴി കൊണ്ടുപോകുന്നത് റെയിൽവേ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി റോഡ് വഴി പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുമ്പോൾ can claim actual cost of transport by road. യഥാർത്ഥത്തിൽ റോഡ് വഴി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലോറി ചാർജ് എത്രയാണ് കൊടുത്തത്, അതുപോലെ തന്നെ ആക്ച്വൽ ചാർജസ് വിച്ച് വുഡ് ഹാവ് ബീൻ അഡ്മിസിബിൾ ഹാഡ് ഹി ടേക്കൺ ദ സെയിം ക്വാണ്ടിറ്റി ബൈ ഗുഡ്സ് ട്രെയിൻ. ഗുഡ്സ് ട്രെയിനിൽ, അതായത് ട്രെയിനിൽ നമ്മൾ ഗുഡ്സ് ട്രെയിനിനകത്ത് ഈ സാധനങ്ങൾ കയറ്റി വിടുമ്പോൾ റെയിൽവേ എത്ര രൂപയാണ് നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ഇതുപോലെ തന്നെ ട്രെയിൻ ഓർ ദ ലിമിറ്റ് ഓഫ് ദ എമൗണ്ട് വിച്ച് വുഡ് ഹാവ് ബീൻ അഡ്മിസിബിൾ. ഓഫീസർക്ക് നമ്മൾ എത്ര കിലോഗ്രാം വരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൂരവത്ത് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അത് ആണ് ആ ജീവനക്കാരന് കൊടുക്കുന്നത്. അപ്പം നമ്മളെ റോഡ് വഴി നമ്മൾ ലോറിയിലോ അതിൽ കയറ്റി വിടുമ്പോൾ നമുക്ക് എത്ര രൂപയാകുന്നു, എന്നാൽ ഗുഡ്സ് ട്രെയിൻ വഴി നമ്മൾ കൊണ്ടുപോകുമ്പോൾ റെയിൽവേക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്, ഈ ജീവനക്കാരന് നമ്മൾ കിലോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ എത്ര രൂപ കൊടുക്കുന്നത്, അത് ഏതാണോ ഏറ്റവും കുറവ് ആ രൂപ നമ്മൾ ഈ ജീവനക്കാരന് നമുക്ക് പേഴ്സണൽ എഫക്ട്സിന് വേണ്ടി നൽകണം. എന്നാൽ നമ്മൾ സംടൈംസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ റോഡ് മേ എക്സീഡ് ചാർജ് സബ്മിറ്റഡ് ബൈ ഗുഡ്സ് ട്രെയിൻ. നമ്മൾ ഗുഡ്സ് ട്രെയിൻ വഴി കൊണ്ടുപോകുന്ന എമൗണ്ടിനെക്കാട്ടിലൊക്കെ വലിയ ഒരു തുകയായിരിക്കും ഇയാൾ റോഡ് വഴി ലോറിക്കൊക്കെ ലോറി ചാർജായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ കൺട്രോളിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കൺസെഷൻ ഇയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ലിമിറ്റ് ഓഫ് ദ എമൗണ്ട് അഡ്മിസിബിൾ ടു ഓഫീസർ, ഇയാൾക്ക് എത്ര കിലോഗ്രാം ഭാരം കൊണ്ടുപോകാമോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഈ കൺട്രോളിംഗ് ഓഫീസർക്ക് ദൂരവത്തെ കണക്ക് കൂട്ടി നിൽക്കുക. ഉദാഹരണത്തിന് 1500 കിലോഗ്രാം ഇയാൾ കൊണ്ടുപോയിട്ട് എന്നിരുന്നാൽ പോലും ഇയാൾക്ക് 3000 കിലോഗ്രാം കൊണ്ടുപോകാൻ അനുവാദമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കൺട്രോളിംഗ് ഓഫീസർക്ക് വാലിഡ് റീസണിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് 3000 കിലോഗ്രാം കൊണ്ടുപോകുന്നതിന് ഉള്ള തുക നൽകാം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേഴ്സണൽ എഫക്ട്സ് ആക്ച്വലി ട്രാൻസ്ഫർ ബൈ റോഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് വിൽ ബി അഡ്മിസിബിൾ. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് ഇങ്ങനെയുള്ള കേസുകളിൽ നൽകാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ വിഷയം ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഒരു ഗ്രേഡ് 1 ഓഫീസർ 1500 കിലോഗ്രാം പേഴ്സണൽ എഫക്ട്സ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടോട്ട് ലോറിയിൽ കൊണ്ടുപോയി അയാൾ 5000 രൂപ അതിന് കൊടുക്കേണ്ടി വന്നു. 5000 രൂപ ലോറി ചാർജായിട്ട് കൊടുത്തു. എത്ര കൊണ്ടുപോയി? 1500 കിലോഗ്രാമിൽ കൊണ്ടുപോകും. ഗ്രേഡ് 1 ഓഫീസർക്ക് എത്ര കൊണ്ടുപോകാം? 3000 കിലോഗ്രാം വരെ കൊണ്ടുപോകാമെന്നുള്ള ആദ്യം ഓർക്കുക. എന്നാൽ പ്ലേസസ് ആർ റെയിൽ കണക്റ്റഡ് ആയതാണ് ആക്ച്വൽ ചാർജസ് ലിമിറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് 1500 കിലോഗ്രാം ബൈ ഗുഡ്സ് ട്രെയിൻ ഒൺലി വിൽ ബി അഡ്മിസിബിൾ. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് 1500 റെയിൽവേ കണക്റ്റഡ് ആയത് കാരണം റോഡ് മാർഗമാണ് അയാൾ കൊണ്ടുപോയതുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് നമ്മൾ കൊടുക്കുന്ന എത്ര ആയിരിക്കും? ഇയാൾ 1500 കിലോഗ്രാം ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോകുന്നതിന് തുല്യമായ എത്ര രൂപ ചിലവാകുന്നു ആ തുക മാത്രമേ ഇയാൾക്ക് കൊടുക്കുകയുള്ളൂ.
എന്നാൽ കൺട്രോളിംഗ് ഓഫീസർക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് മാക്സിമം ക്വാണ്ടിറ്റി. അയാൾ 1500 കിലോ വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും 3000 കിലോഗ്രാം കൊണ്ടുപോയതിന്റെ തുക ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും? പേഴ്സണൽ എഫക്ട്സിന്റെ ചാർജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ആ കൺട്രോളിംഗ് ഓഫീസർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുവാദം ആണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. പേഴ്സണൽ എഫക്ട്സ് പാർട്ട്ലി കണക്റ്റഡ് ബൈ റെയിൽ ആൻഡ് പാർട്ട്ലി കണക്റ്റഡ് ബൈ റോഡ്. പകുതി ദൂരം നമ്മൾ ട്രെയിനിനകത്ത് പോയി, അല്ലെങ്കിൽ കുറച്ച് ദൂരം നമ്മൾ ട്രെയിനിനകത്ത് പോയി, കുറച്ച് സ്ഥലം നമുക്ക് ട്രെയിൻ അവിടെ സൗകര്യമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡ് മാർഗം പോകും. അത്തരത്തിൽ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്. റെയിൽ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്സ് ട്രെയിൻ ഫെയർ ആസ് പെർ റൂൾ 67A1 അതിനകത്ത് 3 നോട്ട് 2 or 3 ഈ ഇത് പ്രകാരം നമുക്ക് ഗുഡ്സ് ട്രെയിൻ ഫെയർ നമുക്ക് റെയിൽ പോർഷന് കൊടുക്കാം. റോഡ് പോർഷൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ടു ത്രൈസ് 3 ടൈംസ് ദ റോഡ് മൈലേജിന്റെ 3 മടങ്ങ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ നൽകാം. ട്രെയിനിലാണെങ്കിൽ ഗുഡ്സ് ട്രെയിനിൽ യാത്ര കൊണ്ടുവരുന്നെങ്കിൽ എത്ര രൂപ കൊടുക്കാമോ അത് കൊടുക്കുന്നു. റോഡ് പോർഷനാണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ടു 3 മടങ്ങ് റോഡ് മൈലേജ്. ഏതാണ് കുറവ് അതേ കൊടുക്കത്തുള്ളൂ. ആക്ച്വൽ കോസ്റ്റ് എത്ര വെച്ചാൽ അത് നോക്കുന്നു. 3 മടങ്ങ് റോഡ് മൈലേജ് നോക്കുന്നു. അതിൽ ഏതോ കുറവ് അതും അതാണ് നൽകുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റെയിൽവേ കണക്റ്റഡ് ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ സിറ്റുവേറ്റ് വിത്തിൻ 8 കിലോമീറ്റേഴ്സ് ഫ്രം സെൻട്രൽ പോയിന്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് ലൊക്കാലിറ്റി. നമ്മൾ ലൊക്കാലിറ്റിയുടെ 8 കിലോമീറ്ററിനകത്ത് റെയിൽവേ സ്റ്റേഷൻ സിറ്റുവേറ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിൽ ബി ട്രീറ്റഡ് ആസ് എ പ്ലേസ് കണക്റ്റഡ് ബൈ വോളി ഓർ ബൈ റെയിൽ. റെയിൽ കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ റെയിൽവേ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് വരെ, നമ്മുടെ അടുത്ത ജംഗ്ഷൻ വരെ റെയിൽവേ വരണമെന്നില്ല. 8 കിലോമീറ്ററിനകത്ത് നമുക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആ സ്ഥലങ്ങൾ റെയിൽവേ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഫാമിലി നോട്ട് അക്കമ്പനിയിങ് ദ ഓഫീസർ. നമ്മൾ ഒരു സ്ഥലത്തോട്ട് നമുക്ക് സ്ഥലം മാറ്റം കിട്ടി, നമ്മളുടെ ഫാമിലി നമ്മുടെ കൂടെ തന്നെ അന്നേരം തന്നെ വരണമെന്നില്ല. നമുക്ക് ട്രാൻസ്ഫർ ഫീയെ ക്ലെയിം ചെയ്യണമെങ്കിൽ എപ്പോൾ വരെ അതിനുള്ള അനുവാദമുണ്ട് നമുക്ക് നോക്കാം. ഫാമിലി ഫോളോയിങ് ഓഫീസർ. ആദ്യം a member of an officer's family who follows him 6 months from the date of transfer may be treated as accompanying. ഒരു ജീവനക്കാരൻ സ്ഥലം മാറിപ്പോയി, അയാള് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ ഡേറ്റ് ഓൺ വിച്ച് ഓഫീസർ ടേക്സ് ചാർജ് അറ്റ് ന്യൂ സ്റ്റേഷൻ. പുതിയ സ്റ്റേഷനിൽ പോയി ചാർജ് എടുക്കുന്ന ആ ഡേറ്റിനെ പറയുന്നവരാണ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അങ്ങനെ അയാൾ ചാർജ് അവിടെ എടുത്ത് 6 മാസത്തിനകത്ത് അയാളുടെ ഫാമിലി മെമ്പർക്ക് അയാളുടെ അക്കമ്പനി ചെയ്യാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ 6 മാസത്തിനകത്താണ് അവര് യാത്ര ചെയ്ത് ഉദ്യോഗസ്ഥന്റെ പുതിയ സ്ഥലത്ത് വരുന്നെങ്കിൽ പോലും അയാളുടെ കൂടെ യാത്ര ചെയ്തതായിട്ട് തന്നെ പരിഗണിച്ച് അയാൾക്ക് ട്രാൻസ്ഫർ ടിഎക്ക്, ഫാമിലിക്കും ട്രാൻസ്ഫർ ടിഎക്കുള്ള അർഹതയുണ്ട്. 67B3. ഇതാണ് ഫാമിലി ഫോളോയിങ് ദ ഓഫീസർ. ജീവനക്കാരൻ സ്ഥലം മാറിപ്പോയി, 6 മാസത്തിനകമാണ് അയാളുടെ ഫാമിലി മെമ്പർ അയാളുടെ പുതിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ പോലും അയാളുടെ കൂടെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തതായി പരിഗണിച്ച് ആ ഫാമിലി മെമ്പറിനും ട്രാൻസ്ഫർ ടിഎയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ട്. അടുത്തത് ഫാമിലി പ്രൊസീഡിംഗ് ഓഫീസർ എന്നാണ് റിലീവ് ചെയ്യുക. മെമ്പർ ഓഫ് an officer's family who precedes him by not more than 1 month from date of transfer then may be treated as accompanying officer. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓൺ വിച്ച് ദ ഓഫീസർ ഹാൻഡ്സ് ഓവർ ചാർജ് ദ ഓൾഡ് സ്റ്റേഷൻ. ഒരു ജീവനക്കാരൻ എന്നാണ് ഒരു പഴയ സ്റ്റേഷൻ റിലീവ് ചെയ്യുന്ന 1 മാസത്തിന് മുമ്പാണ് ഈ ഫാമിലി മെമ്പർ ആ സ്ഥലത്തോട്ട് യാത്ര ചെയ്തെങ്കിൽ പോലും ആ ജീവനക്കാരനൊപ്പം യാത്ര ചെയ്തതായിട്ട് പരിഗണിച്ച് ഫാമിലി മെമ്പർക്ക് ട്രാൻസ്ഫർ ടിഎയുടെ ആനുകൂല്യം നൽകാവുന്നതാണ്. അപ്പം അയാൾ ലീവ് ചെയ്യുന്നതിന്റെ 1 മാസം മുമ്പ് വേണമെങ്കിൽ പോലും ഈ ഫാമിലി മെമ്പർക്ക് അവിടെ പോയി പുതിയ സ്ഥലത്ത് പോയി താമസിക്കുകയും ഉദ്യോഗസ്ഥനോടൊപ്പം യാത്ര ചെയ്തതായി പരിഗണിച്ച് ട്രാൻസ്ഫർ ടിഎ കൈപ്പറ്റുകയും ചെയ്യാവുന്നതാണ്. ഉദ്യോഗസ്ഥൻ പുതിയ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ 6 മാസത്തിനകം
പഴയ സ്ഥലത്തു നിന്നും പുതിയ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ അനുഗമിക്കുന്ന കുടുംബാംഗങ്ങൾക്കും പഴയ സ്ഥലത്ത് നിന്ന് വിടുതൽ ചെയ്യുന്നതിന് മുമ്പ് 1 മാസത്തിനകം പുതിയ സ്ഥലത്തേക്ക് സ്ഥലമാറ്റ സംബന്ധമായി യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും ജീവനക്കാരനോടൊപ്പം യാത്ര ചെയ്തതായി കണക്കാക്കി അനുവദനീയമായ യാത്രപ്പടി നൽകാവുന്നതാണ്. ഒരു ഉദാഹരണം സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. കോട്ടയത്തു നിന്ന് കണ്ണൂരോട്ട് ഒരു ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ വന്നു. അയാൾ 15/2/18 ആണ് ടേക്കൺ ഓവർ ചാർജ് ചെയ്തത്. അതായത് പുതിയ സ്ഥലത്ത് പോയി 15/2/18 ജോയിൻ ചെയ്തു. അയാളുടെ കൂടെ വൈഫുണ്ട്, 13 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അവര് 10/8/18 അയാളോടൊപ്പം ജോയിൻ ചെയ്തു. അതായത് ആദ്യ ഉദ്യോഗസ്ഥൻ 15/2/18 അവിടെ പോയി ചാർജൊക്കെ എടുത്ത് ഫാമിലി മെമ്പർ വൈഫും കുട്ടിയും 10/8/18 അവിടെ വന്ന് ഇയാളോടൊപ്പം ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പം നിയമം എന്താണ്? റൂൾ സേസ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ഓഫീസേഴ്സ് ഫാമിലി who follow him within 6 months from the date of transfer can be treated as accompanying him and eligible for TA. 6 മാസത്തിനകമാണ് ഇയാളോട് ഈ ഫാമിലിയുമായിട്ട് ഇയാളോടൊപ്പം ഫാമിലി വന്ന് ചേരുന്നതെങ്കിൽ അയാൾക്ക് എന്താണ് എലിജിബിലിറ്റി ഓഫ് TA ഉണ്ട്. ഇനി ഫാമിലി പ്രൊസീഡിംഗ് ഓഫീസർ ഒരു കേസ് നോക്കിയാൽ ഓഫീസർ ലെഫ്റ്റ് ചാർജിലോട് 5/7/18 ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്തു. ഫാമിലി മെമ്പേഴ്സ് ന്യൂ സ്റ്റേഷനിലോട്ട് 8/6/18 തന്നെ ഫാമിലി മെമ്പർ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തു. അങ്ങനെയുള്ള കേസിലും പറയുന്നതാണ് ഓഫീസേഴ്സ് ഫാമിലി ഹു പ്രൊസീഡ് ഹിം ബട്ട് by not more than 1 month from the old station only can be treated as accompanying officer and eligible for TA. അങ്ങനെ 1 മാസത്തിനകത്ത് റിലീവ് ചെയ്യുന്നതിന് 1 മാസം മുമ്പ് വരെ അകത്ത് തന്നെ ജീവനക്കാരൻ പുതിയ ആ ഫാമിലി മെമ്പർ പുതിയ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇയാളോടൊപ്പം ഉദ്യോഗസ്ഥനോടൊപ്പം യാത്ര ചെയ്തതായിട്ട് പരിഗണിച്ച് ട്രാൻസ്ഫർ ടിക്ക് ഫാമിലി മെമ്പർക്ക് എലിജിബിലിറ്റി ഉണ്ട്. അതാണ് പറഞ്ഞത് ഫാമിലി ഫോളോയിങ് ദ ഓഫീസർ, ഫാമിലി പ്രൊസീഡിങ് ദ ഓഫീസർ, അത് 2 കേസുകൾ. ഇനി ഫാമിലി പ്രൊസീഡിങ് ഫ്രം എ ഡിഫറെന്റ് പ്ലേസ്. ഇപ്പം ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം കിട്ടി. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് സ്ഥലം മാറ്റം. അപ്പം അയാൾ ആ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്തു. എന്നാൽ ഒരു ഫാമിലി മെമ്പർ മറ്റൊരു സ്ഥലത്തു നിന്നുമാണ് ഈ എറണാകുളത്തോട്ട് വരുന്നതെങ്കിൽ അതിനും ചില നിബന്ധനകൾക്ക് വിധേയമായി ട്രാൻസ്ഫർ ടിക്ക് എലിജിബിലിറ്റി ഉണ്ട്. നോക്കി, ഫാമിലി മെമ്പർ പ്രൊസീഡ്സ് ടു ന്യൂ സ്റ്റേഷൻ ഫ്രം പ്ലേസ് അതർ ദാൻ ഓഫീസേഴ്സ് ഓൾഡ് സ്റ്റേഷൻ. ഉദ്യോഗസ്ഥന്റെ പഴയ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് അല്ല മറ്റൊരു സ്ഥലത്തു നിന്നുമാണ് ഇയാൾ പുതിയ സ്ഥലത്തോട്ട് വരുന്നതെങ്കിൽ ഓഫീസർ മേ ഡ്രോ ദ അഡ്മിസിബിൾ ക്ലെയിം ഫോർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് subject to the condition that it shall not exceed total mileage allowance that would have been admissible had such member proceeded from the old to the new station. ഈ കുടുംബാംഗം അദ്ദേഹത്തിന്റെ ഈ ജീവനക്കാരന്റെ പഴയ സ്ഥലത്തു നിന്നും പുതിയ സ്ഥലത്തിലോട്ട് പോകുന്ന ആ ദൂരം അത്രയുമുള്ള ദൂരത്തിന് മാത്രമേ ഇയാൾക്ക് മൈലേജ് അലവൻസിനുള്ള അർഹത ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓഫീസറോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നെങ്കിൽ ഓൾഡ് സ്റ്റേഷനിൽ നിന്ന് ന്യൂ സ്റ്റേഷനിലോട്ട് പോവുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തോ അത്രയും ദൂരമായിരിക്കും അയാൾ മറ്റൊരു സ്ഥലത്തു നിന്നും ഈ പുതിയ സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ അത്രയും അയാൾക്ക് അയാളുടെ പഴയ സ്ഥലത്തു നിന്നും പുതിയ സ്ഥലത്തിലോട്ട് ആണ് അയാൾ ആക്ച്വലായിട്ട് യാത്ര ചെയ്തത് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് ടിഎക്ക് അർഹത ഉണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറയാം. കുടുംബാംഗങ്ങൾ പഴയ സ്ഥലത്തു നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്താലും പഴയ സ്ഥലത്തു നിന്നും പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ദൂരവ്യത്യാസത്തിൽ കൂടുതൽ ലഭിക്കില്ല എന്ന നിബന്ധനയ്ക്ക് വിധേയമാണ്. ഇപ്പം ഇയാൾ വേറെ സ്ഥലത്തു നിന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇതിനെക്കാട്ട് അപ്പുറം എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലും ഈ ലിമിറ്റിനപ്പുറത്തോട്ട് അയാൾക്ക് ലഭിക്കില്ല. പഴയ സ്ഥലത്തു നിന്നും പുതിയ സ്ഥലത്ത് യാത്ര ചെയ്തെങ്കിൽ എത്ര ദൂരവത്ത കിട്ടുമോ അത്രയും ദൂരവത്ത മാത്രമേ അയാൾക്ക് കൊടുക്കുള്ളൂ. നിബന്ധനയ്ക്ക് വിധേയമായി യഥാർത്ഥമായി സഞ്ചരിച്ച ദൂരത്തിന് ദൂരവത്ത
നൽകുന്നതാണ്. ഇതും കാരണം ഫാമിലി പ്രൊസീഡിങ്സ് ഫ്രം എ ഡിഫറെന്റ് പ്ലേസ്. ചില പേഴ്സണൽ അഫയേഴ്സ് ബൈ റോഡ്, ചില ഫോർമാലിറ്റീസ് ഒക്കെ നമുക്ക് നിർദ്ദേശിക്കാം. അത് നമ്മൾ പലപ്പോഴും ബില്ലിനകത്തൊക്കെ എഴുതി കൊടുക്കുക. ട്രാൻസ്ഫർ ചെയ്യുന്ന ബില്ലിനകത്തൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ്? An officer claim the cost of transporting personal affairs must support a claim by a certificate that actual expenses incurred must not less than the amount claimed. നമ്മൾ ക്ലെയിം ചെയ്ത എമൗണ്ടിനെക്കാട്ടിൽ കുറവല്ല നമ്മൾ കൊടുത്ത എക്സ്പെൻസ്. ആൻഡ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു ഹിം ആൻഡ് ഹിസ് ഫാമിലി വേർ ക്യാരിഡ്. അദ്ദേഹത്തിൻ്റെയും ഇതിൻ്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെയും ബിലോങ്ങിങ്സ്, പേഴ്സണൽ ബിലോങ്ങിങ്സ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ബില്ലിനകത്ത് എഴുതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആൾ വൗച്ചേഴ്സ് ക്ലെയിം ട്രാൻസ്പോർട്ടിംഗ് ചാർജ് പേഴ്സണൽസ് ബൈ റോഡ് ഷുഡ് മെൻഷൻ ദ രജിസ്റ്റർ നമ്പർ ഓഫ് ദ ലോറി. ലോറി പിടിച്ച് സാധനങ്ങളൊക്കെ റോഡിൽ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ബില്ലിനകത്ത് ആ വാഹനത്തിന്റെ ലോറിയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് ഹൗസ് ഫ്രം എവിടെ നിന്നാണ് നമ്മൾ ഏത് വീട്ടിൽ നിന്നാണ് നമ്മൾ സ്ഥലം മാറുന്നത്, പുതിയ നമ്മുടെ വീടിന്റെ നമ്പർ, രണ്ടിന്റെയും വീട്ടു നമ്പറുകളൊക്കെ നമ്മൾ ബില്ലിനകത്ത് എഴുതി കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ബില്ലിനകത്ത് രേഖപ്പെടുത്തി നൽകണം. കൺട്രോളിംഗ് ഓഫീസർ സർട്ടിഫൈ ദാറ്റ് യെസ്, ഇതെല്ലാം പരിശോധിച്ചു എന്നുള്ള വിവരവും കൺട്രോളിംഗ് ഓഫീസർ ബോധ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ബില്ലിനകത്ത് കൺട്രോളിംഗ് ഓഫീസർ രേഖപ്പെടുത്തുകയാണ്. ബേസ് റെസീറ്റ് നമ്മൾ ബന്ധപ്പെട്ട ഈ ലോഡിംഗ് അൺലോഡിംഗ് ചാർജ് പോലെയൊക്കെയുള്ള ചാർജ് കൊടുക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട റെസീറ്റുകൾ നമ്മൾ വാങ്ങണം. ഇതൊക്കെ ബില്ലിൻ്റെ കൂടെയൊക്കെ വെക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ പേഴ്സണൽ അഫയേഴ്സ് ഏതെങ്കിലും നമ്മൾ ചീപ്പറായിട്ടുള്ള റൂട്ടിൽ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് കുറവുള്ള എല്ലാ റൂട്ടിൽ കൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ മോർ ദാൻ മാക്സിമം കൊണ്ട് ബൈ എ ചീപ്പർ റൂട്ട് ഈ കൺ ഡ്രോ ആക്ച്വൽ കാസ്റ്റ് നോട്ട് എക്സീഡിംഗ് ദി എമൗണ്ട് അഡ്മിസിബിൾ ഫോർ ദ മാക്സിമം ക്വാണ്ടിറ്റി വിത്ത് നോർമൽ റെക്കഗ്നൈസ്ഡ് റൂട്ട്. പേഴ്സണൽ അഫയേഴ്സ് ബൈ ഗുഡ്സ് ട്രെയിൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ ഗുഡ്സ് ട്രെയിൻ പ്രകാരമാണ്. ഗുഡ്സ് ട്രെയിനിൽ എത്ര കൊടുക്കുന്നു ആ തുകയാണ് പേഴ്സണൽ അഫയേഴ്സ് ബൈ ഗുഡ്സ് ട്രെയിൻ കൊടുക്കുന്നത്. പേഴ്സണൽ അഫയേഴ്സ് ബൈ പാസഞ്ചർ ട്രെയിൻ നോട്ട് ടു റൂട്ട് 67A12. If personal affairs are carried by passenger train, നമ്മൾ പേഴ്സണൽ അഫയേഴ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? And the quantity carried is less than the maximum permissible. നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി പെർമിസിബിൾ ക്വാണ്ടിറ്റിയെക്കാട്ട് നമ്മൾ കുറവാണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ the cost which would have been admissible for the maximum quantity applicable to him by goods train may be claimed. goods train വഴി നമുക്ക് എത്ര കൊണ്ടുപോകാമോ ആ മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുപോകുന്നതിന്റെ ചാർജ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നിങ്ങളോട് പറയാം പേഴ്സണൽ അഫയേഴ്സ് ആർ ക്യാരിഡ് ബൈ പാസഞ്ചർ ട്രെയിൻ വഴിയാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ and the quantity carried is less than the maximum permissible. ഇപ്പോൾ 3000 കിലോഗ്രാം കൊണ്ടുപോകാൻ അനുവാദമുള്ള ഉദ്യോഗസ്ഥന് 1500 കിലോഗ്രാം കൊണ്ടുപോകുന്നുള്ള പാസഞ്ചർ ട്രെയിനിൽ കൊണ്ടുപോകുന്നുള്ളെങ്കിലും കോസ്റ്റ് വിച്ച് വുഡ് ഹാവ് ബീൻ അഡ്മിസിബിൾ ഫോർ ദ മാക്സിമം ക്വാണ്ടിറ്റി അപ്ലിക്കബിൾ ടു ഹിം. നമുക്ക് ഗുഡ്സ് ട്രെയിൻ വഴി ഈ 3000 കിലോ കൊണ്ടുപോകുന്ന തുക ഗുഡ്സ് ട്രെയിൻ വഴി എത്രയാകുമോ അത്രയും രൂപ നമുക്ക് അനുവദിച്ചു തരാമെന്നാണ് പറയുന്നത്. രണ്ട് സിറ്റുവേഷനിലും ലോഡിംഗ് അൺലോഡിംഗ് ചാർജ് വിൽ ആൾസോ ബി അഡ്മിറ്റഡ്. ലോഡിങ്ങും അൺലോഡിംഗ് ചാർജും നമുക്ക് കിട്ടും. ട്രാൻസ്പോർട്ട് ഓഫ് കൺവെയൻസ് ബൈ റെയിൽ. The actual cost of a conveyance is admissible subject to the following condition. നമ്മൾ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് എന്ന് വെച്ചാൽ the distance travel to exceed 150 കിലോമീറ്ററിന് പുറത്തുള്ള യാത്രയ്ക്കാണ് നമ്മളിത് കൺവെയൻസ് നമുക്ക് തരുന്നത്, കോസ്റ്റ് ഓഫ് കൺവെയൻസ് തരുന്നത്. പിന്നെ കൺവെയൻസ് ആക്ച്വലി ക്യാരിഡ് ബൈ റെയിൽ മാർഗമായിരിക്കണം കൺവെയൻസ് കൊണ്ടുപോകുന്നത്. പിന്നെ ഓഫീസർ ഇസ് റിലീവ്ഡ് ഫ്രം എ പോസ്റ്റ് to join in which the possession of a conveyance is advantageous from the point of view of efficiency as decided by the controlling officer ആണ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇയാൾക്ക് ഈ കൺവെയൻസ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇയാളുടെ എഫിഷ്യൻസി ഓഫ് വർക്കിൽ പല നേട്ടങ്ങളും ഉണ്ട്. ഇയാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ to join which possession of a conveyance advantages ആണ് അയാളത് കൊണ്ടുപോകുന്നത് എന്ന് തോന്നി കൺട്രോളിംഗ് ഓഫീസർ തോന്നുകയാണെങ്കിൽ ഈ എന്താണ് കോസ്റ്റ് ഓഫ് കൺവെയൻസ് നമുക്ക്
അനുവദിച്ച് ഇതാണ്. അത് ട്രാൻസ്പോർട്ട് ഓഫ് കൺവെയൻസ് ബൈ റെയിൽ, ട്രാൻസ്പോർട്ട് ഓഫ് കൺവെയൻസ് ബൈ റോഡ്, റെയിൽ കണക്റ്റഡ് ആണെങ്കിൽ ഉള്ള സ്ഥലങ്ങളിൽ റോഡുകൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത് 14 പൈസ കൊടുക്കുക, മോട്ടോർ കാറിന് 7 പൈസ, മോട്ടോർ സൈക്കിളിനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് കൺവെയൻസ് ബൈ റോഡ് നോട്ട് റെയിൽ, റെയിൽവേ കണക്റ്റഡ് അല്ലെങ്കിൽ നോ ക്ലെയിം അഡ്മിസിബിൾ ആണ്. ജേണി ഇൻ എ കൺവെയൻസ് ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ റോഡ്, റോഡിൽ കൂടെ യാത്ര ചെയ്യുക, ഓഫീസറും ഫാമിലിയും മോട്ടോർ കാറിലോ മോട്ടോർ സൈക്കിളിലോ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് എന്താണ് ട്രെയിൻ ഫെയർ മാത്രമാണ്. The transfer fee administration officer is the sum of the following. താഴെ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ആകെ തുകയാണ് ഒരാളുടെ ട്രാൻസ്ഫർ ഫീ. എന്താണ്? 1, മൈലേജ് അലവൻസ് ടു ദ ഓഫീസർ. 2, മൈലേജ് അലവൻസ് ടു ദ ഫാമിലി. 3, ഫ്രൈറ്റ് ചാർജ് ഓഫ് പേഴ്സണൽ എഫക്ട്സ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സ് ബൈ റെയിൽ. അപ്പം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് ഉൾപ്പെടുന്ന പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുന്ന ഫ്രൈറ്റ് ചാർജ് ആണ് റെയിൽവേയുടെ ഫ്രൈറ്റ് ചാർജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഓഫ് കൺവെയൻസ് നമ്മൾ പറഞ്ഞ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനോ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണെങ്കിൽ അത് ഇത്രയും 4 കാര്യങ്ങൾ ചേരുന്നതാണ് എന്ത് ട്രാൻസ്ഫർ ഫീ. പ്രധാനമായിട്ടും ആദ്യത്തെ ആ 3 കാര്യങ്ങളാണ്. ടു ദ ഓഫീസർ, മൈലേജ് ഓഫീസർ, മൈലേജ് ഫാമിലി, പിന്നെ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുവന്ന പിന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. ഇത് എ ജേർണി ഓൺ ട്രാൻസ്ഫർ ബിഗിൻസ് ഓർ എൻഡ്സ് അറ്റ് ദി ആക്ച്വൽ റെസിഡൻസ് ഓഫ് ദ ഗവൺമെന്റ് സർവന്റ്. ഈ ട്രാൻസ്ഫർ ജേർണി എന്ന് പറയുന്നത് റെസിഡൻസ് ടു റെസിഡൻസ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒറ്റയാകുമ്പോൾ നമ്മൾ ഓഫീസ് ടു ഓഫീസ് ആണെങ്കിൽ ഇത് ട്രാൻസ്ഫർ ജേർണിയുടെ കാര്യത്തിൽ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് ദൂരമാണ് കണക്കാക്കുന്നത്. ട്രാൻസ്ഫർ ജേർണി begins or ends at the actual residence of the government servant. The distance for the calculation of transfer fee should be the distance from old residence to new residence. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്കുള്ള ദൂരമാണ് നമ്മൾ ട്രാൻസ്ഫർ ഫീയുടെ കേസിൽ ദൂരം ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്, ദൂരം യാത്ര ചെയ്ത ദൂരമായിട്ട് കണക്കാക്കുന്നത്. ചില വിവരങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില വിവരങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഉദ്യോഗസ്ഥന്റെ ഭാര്യ, ഉദ്യോഗസ്ഥന്റെ ഭർത്താവ്, ജീവനക്കാരന്റെ കുട്ടികൾ, മുൻ വിവാഹത്തിലെ കുട്ടികൾ എന്നിവർ പൂർണ്ണമായി ആശ്രയിച്ച് കൂടെ താമസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടാണ്. പൂർണ്ണമായി ആശ്രയിച്ച് കൂടെ താമസിക്കുന്നെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥന്റെ കുടുംബം എന്ന നിർവചനത്തിൽ വരുന്നുള്ളൂ. ഒഴിവുകളില്ലായകയാൽ സേവനത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരനെ പിന്നീട് ജോലിക്ക് നിയമിക്കുമ്പോൾ, ഇപ്പം ഒരാളിന് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പിരിച്ചുവിട്ടാളെ പിന്നീട് നമ്മൾ ജോലിക്ക് നിയമിക്കുമ്പോൾ വാസസ്ഥലത്തൊന്നും അയാളുടെ വീട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥർ പ്രവേശിക്കേണ്ട സ്ഥലം വരെ, എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് അവിടെ വരെ ദൂരത്തിനായിട്ട് യാത്രപ്പടി. എന്നാൽ ആ യാത്രപ്പടി ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് എന്ന പോലെ കണക്കാക്കുക. ട്രാൻസ്ഫർ ടിഎ അല്ലെങ്കിൽ നമ്മൾ DA ഒന്നും നമുക്ക് കിട്ടത്തില്ല. എന്താണ് സാധാരണ നമ്മൾ ടിഎ കണക്കാക്കുന്നത് എങ്ങനെയാണ് അതുപോലുള്ള ഒരു ടിഎ മാത്രമേ ആ സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരാള് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതുന്ന ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് നിരക്ക് നമുക്ക് യാത്രാപ്പടി അനുവദിക്കാം. എന്നാൽ ഇത് ദിനപത്തെയോ അല്ലെങ്കിൽ ടെസ്റ്റ് നമുക്ക് DA ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. നമ്മൾ യാത്ര ദൂരത്തിനുള്ള TA മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിന് 2 പ്രാവശ്യത്തെ കൂടുതൽ ഒരു ടെസ്റ്റ് ആദ്യം തോറ്റു 1 പ്രാവശ്യം കൊണ്ട് നമുക്ക് എഴുതാനുള്ളതിന് വേണ്ടി പിന്നെ നമ്മൾ വീണ്ടും എഴുതാൻ പോവുകയാണെങ്കിൽ അതിനൊന്നും യാത്രാപ്പടി നമുക്ക് ലഭിക്കുന്നതല്ല. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേസിലാണ് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു ജീവനക്കാരൻ അവധിയിലായിരുന്നു. അയാൾ അവധി തീരുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് ഇയാളുടെ അടുത്ത് പറയുകയാണ് തിരികെ ജോലി പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അയാൾക്ക് തിരികെ ജോലി പ്രവേശിച്ചാൽ അത്തരത്തിൽ അയാൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അയാൾ തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഏത് സ്ഥലത്ത് വെച്ചാണോ അയാൾക്ക് ലഭിക്കുന്നത് ആ സ്ഥലം മുതൽ തിരികെ ജോലിയിൽ പ്രവേശിച്ച സ്ഥലം വരെ ഉള്ള യാത്രാപ്പടിക്ക് അർഹതയുണ്ട്. അപ്പോൾ അയാൾ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു കത്ത് കിട്ടുന്നത്. നിങ്ങൾ പെട്ടെന്ന് ജോലിയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ കത്ത് കിട്ടുകയാണെങ്കിൽ അവധിയിൽ ലീവിലായിരുന്നു. അങ്ങനെ അയാൾ ഓടിപ്പിടിച്ച് വന്ന് ജോയിൻ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ വീട് മുതൽ
അയാളുടെ ഓഫീസ് വരെയുള്ള ദൂരത്തിന് അയാൾക്ക് യാത്രാപ്പടിക്ക് അവകാശമുണ്ട്. എന്നാൽ ഒരു മാസത്തിന് അവധി തീരുവാൻ ഒരു മാസം സമയം, ഒരു മാസം താഴെ സമയമുള്ളെങ്കിൽ അത് കൺട്രോളിംഗ് ഓഫീസറുടെ ഡെലിഗേഷൻ വിവേചന അധികാരത്തിൽ തീരുമാനമെടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷണം സംബന്ധിച്ച ജീവനക്കാരൻ പ്രതി എന്ന നിലയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുന്നതെങ്കിൽ അയാൾക്ക് യാത്രാപ്പടി നൽകുന്നയാൾ. പ്രതിയായിട്ടുള്ള ജീവനക്കാരനാണ് അയാളുടെ ഇന്ന ദിവസം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാകാൻ പറയുകയാണെങ്കിൽ അയാൾക്ക് അതിനു വേണ്ടി സർക്കാർ യാത്രാപ്പടി ഒന്നും നൽകുന്നതല്ല. പിന്നെ ഇപ്പോൾ ഒരു റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്, അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ട്രിബ്യൂണലിന് മുമ്പെയൊക്കെ ഹാജരാകേണ്ടി വന്നാൽ അയാളുടെ വീട്ടിൽ നിന്ന് ഈ സ്ഥലം വരെ അന്വേഷണത്തിന് ഹാജരായ സ്ഥലം വരെയുള്ള ദൂരത്തിന് യാത്രാപ്പടി നൽകുന്നതാണ്. ഇതൊക്കെ നമ്മൾ ടൂർട്ടിയെ പോലെ നൽകത്തേ ഉള്ളൂ. ഇനി ഒരു ജീവനക്കാരൻ തന്റെ ഔദ്യോഗിക നില അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രവർത്തി ഫലമായി ജീവനക്കാരനെതിരെയുള്ള സിവിൽ കേസോ ക്രിമിനൽ കേസിനോ അടിസ്ഥാനമാക്കി ഒരു കോടതി ഇയാളുടെ കോടതിയിൽ ഹാജരാകാൻ പറയുകയാണെങ്കിൽ ആ കേസിൽ അയാൾക്ക് ന്യായസമർത്ഥനം നിർവഹിക്കാൻ ജീവനക്കാരൻ കോടതിയിൽ ഹാജരാകാൻ ഔദ്യോഗിക യാത്രയ്ക്ക് അനുവദിക്കുന്ന യാത്രാപ്പടി ഇയാൾക്ക് നൽകുക. കോടതി ഹാജരാകാൻ പറഞ്ഞ അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് കൊണ്ടുവന്നു കഴിഞ്ഞ് അയാളുടെ ഓഫീസിൽ കൊടുത്തിട്ട് ഇയാൾക്ക് TA മാറാവുന്നതാണ്. കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഈ തരത്തിൽ എന്തെങ്കിലും പണം വല്ലതും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ട് ബാക്കി തുക അയാൾക്ക് TA ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒരു സർക്കാർ ജീവനക്കാരൻ ജോലിയിൽ ഇരിക്കെ മരിച്ചാൽ അയാളുടെ കുടുംബത്തിന് ഉദ്യോഗസ്ഥൻ ഏറ്റവും ഒടുവിൽ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മരിച്ച സ്ഥലത്ത് നിന്ന് കുടുംബാംഗങ്ങൾ ഭാവിയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെയുള്ള ദൂരത്തിന് യാത്രാപ്പടിക്ക് അർഹതയുണ്ട്. അപ്പം ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് മരിക്കുകയാണ്, അയാളെ അവസാനമായിട്ട് ജോലി ചെയ്ത സ്ഥലമുണ്ട്, അവിടെ തൊട്ടടുത്ത വേറെ സ്ഥലത്താണ് അയാൾ പിന്നെ താമസിക്കുന്നതെങ്കിൽ അത് എവിടെയാണ് അയാൾ താമസിക്കുന്നത് വെച്ചാൽ അവിടെ മുതൽ അയാൾ ഭാവിയിൽ എവിടെയാണ് അയാളുടെ കുടുംബം താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം വരെയുള്ള യാത്രയ്ക്ക് അയാൾക്ക് യാത്രാപ്പടി നൽകാവുന്നതാണ്. ഇതൊന്നും പലപ്പോഴും അതൊന്നും ക്ലെയിം ചെയ്യാറില്ല. ഇതൊന്നും പലർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അതൊന്നും ക്ലെയിം ചെയ്യാറില്ല. ഇനി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള തുക ഒഴികെ ബാക്കിയുള്ള തുക മാത്രമേ കുടുംബാംഗങ്ങൾക്ക് നൽകൂ. എന്ന് പറഞ്ഞാൽ TA ടു ദ ഓഫീസർ എന്നുള്ള ഭാഗം കൊടുക്കത്തില്ല, TA ടു ദ ഫാമിലി മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഫാമിലിയോടൊപ്പം എത്ര കുടുംബാംഗങ്ങളോ യാത്രാപ്പടി കൊടുക്കുക, പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകുന്നതിനുള്ള തുകയും ലോഡിങ് അൺലോഡിങ് ചാർജും ഒക്കെ കൊടുക്കും. പക്ഷെ ഉദ്യോഗസ്ഥനുള്ള തുക മാത്രം കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ജീവനക്കാരന് പെൻഷൻ പറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് ഓഫീസിൽ നിന്നാണോ പെൻഷൻ പറ്റുന്നത് അവിടെ മുതൽ അയാൾ പെൻഷൻ പറ്റി എവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു അവിടം വരെ പോകുന്നതിന് അയാൾക്ക് യാത്രാപ്പടി അനുവദിക്കാം. സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ തുക അനുവദിക്കും. ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല. മറ്റൊരു ചട്ടം പറയുന്നത് ഒരു ജീവനക്കാരൻ പെൻഷൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എവിടാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൺട്രോളിംഗ് ഓഫീസറെ അറിയിച്ചിരിക്കണം എന്ന് പറയും. ഇതും മിക്കവാറും ഉദ്യോഗസ്ഥന്മാരും ചെയ്തു വരാറുണ്ട്, കാണുന്നില്ല. സസ്പെൻഷനുള്ള ജീവനക്കാരനെ വകുപ്പുതല അന്വേഷണത്തിൽ പങ്കെടുക്കുന്നതിനും തിരികെ പോകുന്നതിനും യാത്രാബത്ത നൽകുന്നതാണ്. എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ഉദ്യോഗസ്ഥന് യാത്ര ചെയ്യുന്നതിന് യാത്രാബത്ത ഇത്തരത്തിൽ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് വെരിഫിക്കേഷന് വേണ്ടി ഇപ്പം നമ്മൾ 2013 വർഷമാണെന്ന് PSC സർവീസ് വെരിഫിക്കേഷൻ PSC ഓഫീസുകളിലൊക്കെ നമ്മൾ പോയി സർവീസ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അത്തരത്തിൽ പോകുന്ന ജീവനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ദൂരത്തിന് വേണ്ട സമയം ഡ്യൂട്ടി ആയിട്ട് നൽകുക, എന്നാൽ അവർക്ക് TADA ഒന്നും ഇക്കാര്യത്തിൽ നൽകി വരുന്നില്ല. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിളൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്രേഡ് 1 ഓഫീസർ തിരുവനന്തപുരത്ത് നിന്ന് കുമളി വരെ യാത്ര ചെയ്ത് അയാളുടെ വീട് പട്ടത്താണ്. അപ്പം അയാൾ ഈ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കുമളിലോട്ട് പോകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, പട്ടത്തുള്ള വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വരണം. അത് 6 കിലോമീറ്റർ ദൂരമാണ്.
അവിടുന്ന് മാത്രമേ ഇയാൾക്ക് റെയിൽവേ കണക്റ്റഡ് ആയിട്ട് എവിടെ വരെ ഇറങ്ങുന്നു, റെയിൽവേ ട്രെയിനിനകത്തേക്ക് എവിടെ വരെ പോകാൻ പറ്റും, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ ട്രെയിനിൽ പോകുന്നു. അവിടുന്ന് കോട്ടയത്ത് ഇറങ്ങിയിട്ട് അയാൾ കോട്ടയത്ത് നിന്ന് കുമളിയിലോട്ട് 100 കിലോമീറ്റർ ദൂരം അതിന് അയാൾ ബസ്സിന് പോകുന്നു. അപ്പം അയാളുടെ പേഴ്സണൽ എഫക്ട്സ് അയാൾ ലോറിക്കകത്ത് കയറ്റി വിടുന്നു. അയാളുടെ കൂടെ 12 വയസ്സുള്ള ഭാര്യ ഉണ്ടായിരുന്നു, 12 വയസ്സുള്ള മകനുണ്ടായിരുന്നു, 6 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. 3000 കിലോഗ്രാമാണ് അയാൾ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോയത്. അതിൻ്റെ കിൻഡലിനുള്ള ഒരു റെയിൽവേ നിരക്ക് 87 രൂപ 8 പൈസയാണ്. തിരുവനന്തപുരം മുതൽ കുമളി വരെ ഗുഡ്സ് ട്രെയിനിൽ പോകുന്നു. പിന്നെ പട്ടം മുതൽ പട്ടത്തുനിന്ന് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ലോറി കൊണ്ടുപോകുന്നതിന് 1000 രൂപ ലോറി ചാർജായി. അതിന് കോട്ടയത്ത് ഇറങ്ങിയിട്ട് കോട്ടയത്ത് നിന്ന് കുമളിയിലോട്ട് ലോറി സാധനം കൊണ്ട് 2000 രൂപയായി. പിന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ് അയാൾ പട്ടത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ കയറ്റിയപ്പോൾ 1000 രൂപ കൊടുത്തു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇത് ഇറക്കി അതിന് 500 രൂപ കൊടുത്തു. പിന്നെ കോട്ടയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോഡിങ് ചാർജ് 500 രൂപ അയാൾ കുമളിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊടുത്തു. കുമളിയിൽ അത് സാധനം കൊണ്ട് ഇറക്കിയപ്പോൾ 750 രൂപ കൊടുത്തു. ഇത്രയും ആണ് ഈ ഒരു കണക്കിനകത്ത് ഉള്ള ഉള്ള വിവരങ്ങൾ. ഈ വിവരങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ ഇയാൾക്ക് മാക്സിമം എത്ര TA കൊടുക്കാൻ പറ്റും എന്നുള്ള വിവരമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് TA ഓഫീസ് കണ്ടുപിടിക്കണം, TA ഫാമിലി, ചാർജ് ഓഫ് പേഴ്സണൽ എഫക്ട്സ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ്, ഇത്രയും വിവരങ്ങൾ കണക്കാക്കി നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. മറ്റൊരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇത്. ഇതിനകത്ത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ 221 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു ജീവനക്കാരനെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലമാണ്. വായിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ എക്സാമ്പിൾ, ഒരു ഗ്രേഡ് 4 ഓഫീസർ, 20,000 രൂപയുള്ള ഗ്രേഡ് 4 ഓഫീസർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴി 558 കിലോമീറ്റർ യാത്ര ചെയ്ത് അതിൻ്റെ ചില വിവരങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എത്ര രൂപ കൊടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. നാലാമത്തെ എക്സാമ്പിൾ, കാലിക്കറ്റ് ടു കൽപ്പറ്റ ബൈ റോഡിൽ കൂടി മാത്രം യാത്ര ചെയ്തത്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചത്.